ആരാധന ആത്മാവിലാരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ ഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കൃപയുടെ സമയത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നല്ലവനായ തമ്പുരാൻ എപ്രകാരമാണ് അവിടുത്തെ കരുണ വർഷിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആ കരുണ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാൻ നാം ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടതെന്നും കർത്താവിൻ്റെ സന്നിധിയിലായതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചോദിച്ചു മനസ്സിലാക്കുവാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താം. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ കടന്നു പോകാറുണ്ട്. ദൈവം നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തവ, അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നടന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കാതെ കടന്നു പോകുമ്പോൾ നല്ലവനായ ദൈവത്തിൻ്റെ സ്നേഹമാണ് നാം അനുഭവിക്കാതെ പോകുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുമ്പോൾ എപ്രകാരമാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ആ വചനഭാഗം ശ്രവിക്കാം. ജെറുസലേമിൽ ശിമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക ശിമിയോൻ എന്ന വ്യക്തി ആരായിരുന്നു എന്നാണ്. ശിമിയോൻ എന്ന വ്യക്തി നീതിമാനായിരുന്നു, അതോടൊപ്പം തന്നെ ദൈവഭക്തനാണ്. മറ്റ് ഇസ്രായേൽക്കാർ അതേപോലെ തന്നെ അവനും ഇസ്രായേലിൻ്റെ ആശ്വാസം കണ്ടെത്തുന്ന രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. രക്ഷകൻ തങ്ങളുടെ കുലത്തിൽ വന്ന് ജനിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്ന അവർ എപ്പോഴും ആ ഒരു രക്ഷകൻ്റെ വരവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നവരാണ്. അപ്പോൾ ആ ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ശിമിയോനെ കാണുവാൻ സാധിക്കും. മാത്രമല്ല സുവിശേഷം പറയുന്നു, അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു ഈ ശിമിയോൻ എന്ന്. പ്രിയമുള്ളവരെ,
അതുപോലെ തന്നെ ദൈവം അവന് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ നീ മരിക്കുകയില്ല എന്നുള്ള വാഗ്ദാനം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ആ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നാം എപ്രകാരം നമ്മളെ തന്നെ ഒരുക്കുന്നു എന്ന ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ശിമിയോൻ നീതിമാനാണ്, എല്ലാ അർത്ഥത്തിലും ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള അർഹതയുള്ള ഒരു വ്യക്തിയാണ്. എങ്കിലും അവന് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു, നീ രക്ഷകനെ അല്ലെങ്കിൽ അഭിഷിക്തനെ കാണുന്നത് പോലെ മരിക്കുകയില്ല. അവന് വേണമെങ്കിൽ കുറച്ച് നാൾ കാത്തിരുന്നതിന് ശേഷം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് മാറാം. പക്ഷേ അവൻ പ്രതീക്ഷയോടെ ആ അഭിഷിക്തനെ കാണുവാൻ വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. കാരണം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ ഈ കാത്തിരിപ്പ് ഒരു മടുപ്പായിട്ട് തോന്നിയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ വാഗ്ദാനം നൽകുമ്പോൾ അത് ഉടനെ നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലും ഈ ഒരു പ്രതീക്ഷ അതിൻ്റെ അർത്ഥതലത്തിൽ അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദൈവത്തിൽ നിന്ന് അവർ ഒത്തിരിയേറെ പ്രതീക്ഷിച്ചു, ആ പ്രതീക്ഷകൾക്ക് വേണ്ടി അവർ കാത്തിരുന്നു. പക്ഷേ ഒത്തിരിയേറെ സമയം ആ കാത്തിരിപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ശിമിയോൻ ഒത്തിരിയേറെ വർഷങ്ങളാണ് കാത്തിരുന്നത്. പക്ഷേ അവനൊരു വിശ്വാസമുണ്ടായിരുന്നു, പ്രത്യാശയുണ്ടായിരുന്നു. കാരണം തനിക്ക് വാഗ്ദാനം നൽകിയ ദൈവം വിശ്വസ്തനാണ്. അവൻ തൻ്റെ വാഗ്ദാനം നിറവേറ്റും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ആ കാത്തിരിപ്പ് വളരെ നീളമേറിയതായിട്ട് അവന് അനുഭവപ്പെട്ടില്ല. അവനെ സംബന്ധിച്ച് ഏത് നിമിഷവും കർത്താവിൻ്റെ അഭിഷിക്തനെ എനിക്ക് കാണുവാൻ സാധിക്കും, ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ശിമിയോൻ ചിലവഴിച്ചത്. മാത്രമല്ല ആ ഒരു പ്രതീക്ഷ അവൻ കാത്തതുകൊണ്ട് തന്നെയായിരിക്കാം കൃത്യസമയത്ത് പരിശുദ്ധാത്മാവ് അവന് പ്രേരണ നൽകി എന്നാണ് വചനം പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു എന്നാണ് വചനത്തിൽ കാണുക. അവിടെ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ അവന് നൽകുന്നത്? കാരണം പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു, ഇതാ അവിടെ ക്രമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാതാപിതാക്കൾ ഈശോയുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ അവൻ ശിമിയോന് ഒരു പ്രേരണ നൽകുകയാണ്, നീ ഉടനെ ദേവാലയത്തിലേക്ക് പോവുക. നീ ഇത്രയും വർഷം ആർക്ക് വേണ്ടിയാണോ കാത്തിരുന്നത്, അതാ ആ രക്ഷകൻ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ തിടുക്കത്തിൽ തന്നെ നീ ദേവാലയത്തിലേക്ക് ചെല്ലുക എന്നൊരു പ്രേരണ അവന് ലഭിച്ചു. ആ പ്രേരണയനുസരിച്ച് അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുക എന്താണ്, നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ശിശുവായ യേശുവിനെയും വഹിച്ചുകൊണ്ട് കടന്നു വരുന്ന മാതാവിനെയും ഔസേപിതാവിനെയുമാണ് ശിമിയോൻ അവിടെ കാണുക. ഉടനെ തന്നെ ആ ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ടാണ് പിന്നീട് അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത്, കർത്താവ് അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എത്രമാത്രം ആഗ്രഹിച്ച ഒരു സംഭവമാണ്, എത്രമാത്രം കാത്തിരുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഒത്തിരിയേറെ കാത്തിരിപ്പിന് ശേഷം തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഇതാ തൻ്റെ കൈകളിലേക്ക് ആ രക്ഷകനെ എടുക്കുവാനുള്ള സൗഭാഗ്യം ദൈവം നൽകിയിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ ശിമിയോൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ഇതുപോലെ വെളിപ്പെടുത്തുന്ന ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും സ്വസ്ഥതയോടെ ആ വെളിപ്പെടുത്തൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ പലരും അക്ഷമരാണ്. ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള മനസ്സ് പലപ്പോഴും നമുക്കില്ല. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആ നിമിഷം തന്നെ എൻ്റെ ജീവിതത്തിൽ നിറവേറി കിട്ടണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഞാൻ എത്രമാത്രം ത്യാഗം സഹിക്കണം, അതിനുവേണ്ടി ഞാൻ എത്രമാത്രം കാത്തിരിക്കണമെന്ന് ഒന്ന് ചിന്തിക്കുവാൻ പലപ്പോഴും നമുക്ക് മനസ്സില്ല, സമയമില്ല. പ്രിയമുള്ളവരെ, അവിടെയാണ് ശിമിയോൻ നമുക്കൊരു മാതൃകയാകുന്നത്. അവന് ലഭിച്ച ഒരു വാഗ്ദാനമാണ് ആ അഭിഷിക്തനെ കാണാതെ മരിക്കുകയില്ല എന്ന്. അത് ഒരുപക്ഷെ നാളെ സംഭവിക്കാം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. പക്ഷേ അവൻ ആ വാഗ്ദാനം അവൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു. ഒത്തിരിയേറെ ക്ഷമയോടെ ആ ഒരു നിമിഷത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു.
ആ ഒരു നിമിഷം വന്നടഞ്ഞപ്പോൾ പരിശുദ്ധാത്മാ കൃത്യമായി അവന് പറഞ്ഞു കൊടുത്തു, ഇത് ആ സമയമായിരിക്കുന്നു, നീ ദേവാലയത്തിലേക്ക് ചെല്ലുക. ദേവാലയത്തിൽ ചെന്ന് ആ രക്ഷകനെ കണ്ട മാത്രയിൽ തന്നെ ആ ശിശുവിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണല്ലോ ഇത്രയും വർഷം കാത്തിരുന്നത്. ഇതാ ആ രക്ഷകൻ എൻ്റെ കൈകളിൽ. ഒത്തിരിയേറെ സന്തോഷത്തോടെ ദൈവസന്നിധി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശിമയോനെയാണ് നമ്മൾ അവിടെ കാണുക. ഇതുവരെ എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. കാരണം രക്ഷകനെ എനിക്കൊന്ന് കാണാൻ സാധിക്കും, ആ ഒരു ആകാംക്ഷ എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരിയേറെ പ്രതീക്ഷയോടെ അവൻ കാത്തിരിക്കുകയായിരുന്നു. ഇതാ ആ വ്യക്തിയാണ് തൻ്റെ കൈകളിലായിരിക്കുന്നത്. തീർച്ചയായും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ശിമയോൻ്റെ വാക്കുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ ഇതുപോലെ ദർശിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം പല രീതിയിലും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങളൊന്നും നിറവേറാതിരിക്കുകയില്ല. അത് കൃത്യസമയത്ത് തന്നെ നിറവേറും. അത് നമുക്കറിഞ്ഞുകൂടാ ഏത് നിമിഷമാണ് കർത്താവ് അത് പ്രവർത്തിക്കുക. പക്ഷേ കർത്താവിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യമുള്ളത് ആ നിമിഷം കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷമായിരിക്കും അത്. പക്ഷേ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട അതേ നാവുകൾ ദൈവത്തെ നിന്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് അന്യമായി തീരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വന്നു നിറഞ്ഞാൽ മാത്രമാണ് ദൈവത്തിൻ്റേതായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ശിമയോൻ ഒരു നീതിമാനാണ്, അതോടൊപ്പം തന്നെ ദൈവഭക്തനായ ഒരു വ്യക്തിയാണ്. അവൻ്റെ ജീവിതത്തിലെല്ലാം വളരെ കൃത്യതയോടുകൂടെ ചെയ്യുന്ന ഒരു വ്യക്തി. യാതൊരു രീതിയിലും അനീതി പ്രവർത്തിക്കുന്ന ഒരാളല്ല, മറിച്ച് വളരെ നീതിമാനായ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പോലും ഒരു കാലതാമസം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പാപികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം കാലതാമസം ഉണ്ടാകും. അവിടെ ശിമയോൻ നമ്മോട് പറയുന്നത് എന്താണ്? അവിടെ നീ നിരാശയിലേക്ക് പോകാൻ പാടില്ല, അവിടെ നീ മടുപ്പ് കാണിക്കാൻ പാടില്ല, മറിച്ച് ഒത്തിരിയേറെ പ്രതീക്ഷയോടെ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കണം. വർഷങ്ങൾ കൂടുന്തോറും നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്, മടുപ്പ് തോന്നരുത്. അവിടെ നിനക്ക് ആനന്ദിക്കാനുള്ള ഒരു നിമിഷമാണ് കർത്താവ് ഒരുക്കുന്നത്. കർത്താവിൻ്റെ രക്ഷകനെ കൺമുമ്പിൽ അത് കരങ്ങളിൽ തന്നെ വഹിക്കുവാനുള്ള വലിയ ഭാഗ്യമാണ് ശിമയോന് കിട്ടിയത്. നീ അഭിഷിക്തനെ കാണാതെ മരിക്കുകയില്ല എന്നൊരു വാഗ്ദാനമായിരുന്നു അത് എങ്കിൽ, പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആ രക്ഷകനെ തൻ്റെ കരങ്ങളിൽ വഹിക്കുവാനുള്ളൊരു ഭാഗ്യം ശിമയോന് ലഭിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. യേശുവിൻ്റെ സമയത്തുള്ള യാതൊരു വ്യക്തികൾക്കും ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് ലഭിച്ച ഭാഗ്യം എന്താണ്? അവനെ എന്നും നമ്മുടെ അന്തരങ്ങളിൽ സ്വീകരിക്കുവാനുള്ളൊരു ഭാഗ്യം, അവനെ എന്നും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുവാനുള്ളൊരു ഭാഗ്യം, അവനെ എന്നും ഇതുപോലെ ഈ തിരുവോസ്തിയിൽ നമ്മുടെ മുമ്പിൽ കാണുവാനുള്ളൊരു ഭാഗ്യം. ഓരോ ദേവാലയത്തിലും ചാപ്പലുകളിലുമെല്ലാം ക്രിസ്തുവിൻ്റെ ഈ തിരുവോസ്തിയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയല്ലേ. പഴയകാല ജനത അവർ എപ്പോഴും രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ആ രക്ഷകൻ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ പോലും അവനെ ഒന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. വളരെ ചുരുക്കം വ്യക്തികൾക്ക് മാത്രമാണ് അവനാണ് യഥാർത്ഥ രക്ഷകൻ എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സൗഭാഗ്യം എന്താണ്? ആ രക്ഷകനെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആ രക്ഷകൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവനോടൊപ്പമായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ശിമയോനേക്കാൾ ഉപരിയായി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ശിമയോന് അവൻ്റെ കരങ്ങളിൽ യേശുവിനെ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവനെ വഹിക്കുവാൻ ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയാം. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്
അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾ തിരിച്ചറിയുവാനും ആ സൗഭാഗ്യങ്ങൾക്കനുസൃതമായി അങ്ങേ നിരന്തരം സ്തുതിക്കുവാനും നന്ദി പറയുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമേ. ശിമിയോനെ പരിശുദ്ധാത്മാവ് ഇപ്രകാരമാണ് പ്രേരണ നൽകിയത്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും നിരന്തരം പ്രേരണ നൽകിക്കൊണ്ട് അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന പ്രാർത്ഥനയോടെ അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ